ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലാഹു, എത്ര പരിശുദ്ധനാണ്! എന്തിനാണ് അല്ലാഹു തആല ആ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഈ അത്ഭുത സംഭവങ്ങളെ ലോകത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നത്? ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്തിന്റെ നേതാവിനെ പ്രദർശിപ്പിച്ചു കൊടുത്ത സംഭവങ്ങൾ അതൊരു അത്ഭുതം തന്നെയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് പരിശുദ്ധമായ മക്കയിൽ നിന്ന് യാത്ര തുടർന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസിൽ ഇറങ്ങി അവിടെ നിന്ന് 7 ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ വരെ അല്ലാഹു എത്തിച്ചുവെങ്കിൽ അതൊരു അത്ഭുതം തന്നെ അതൊരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ വാക്ക് ഉച്ചരിച്ചത് സുബ്ഹാൻ. അത്ഭുതമാണ്. الذي يسرى بعبده ليلا من المسجد الحرام. മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് ആ യാത്രയുടെ തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പശ്ചിമേഷ്യൻ സംഘർഷം, ഇതൊക്കെ ഇന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ ആയത്തുമായി ബന്ധമുണ്ട്. മക്കയിൽ നിന്ന് നേരെ അല്ലാഹു തആല ലാൻഡ് ചെയ്യിച്ചത് ആദ്യത്തെ ലാൻഡിങ് ബൈത്തുൽ മുഖദ്ദസിലാണ്. അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട പ്രവാചകനെയും കൊണ്ട് യാത്ര പുറപ്പെടുകയാണ് ജിബ്രീൽ. എവിടേക്കാണ്? ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ അഖ്സാ വരെ. എന്തിനാണ് മസ്ജിദുൽ അഖ്സയിൽ എത്തിയത്? അല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയും പരിസരവും ഒരുപാട് ബർക്കത്ത് നാം ചെയ്തിട്ടുണ്ട്. ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയത്രേ അല്ലാഹുവിന്റെ റസൂലിനെ ബൈത്തുൽ മുഖദ്ദസിൽ ഇറക്കിയതിൽ ഒരുപാട് സംഭവങ്ങൾ അല്ലാഹു അവിടെ കാണിച്ചു കൊടുത്തുവെന്ന് ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് ചെറിയ ഒരു കാര്യമല്ല ബൈത്തുൽ മുഖദ്ദസ്. ഈ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയും ചെറിയ കാര്യമല്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം